ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൗമാരത്തിലേക്ക് പോകാനുള്ള മക്കളുള്ളവരുടെ കാര്യത്തിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ പറയാം. ഇന്നത്തെ കുട്ടികളുടെ ഒരു അവസ്ഥയിൽ നമുക്കെല്ലാവർക്കും ആശങ്കയുണ്ടോ അല്ലേ? അതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ടോ? ഉണ്ട്. എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന ചിന്തയുള്ള ആൾക്കാരുണ്ടോ? ഒരു പേടി എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്ക് മക്കളുണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോ കുട്ടികളെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഓർക്ക് തീരെ അന്തല്ല. ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലേ? അല്ലാതെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എല്ലാ ആളുകളും അത്യാവശ്യം ഇന്നത്തെ മക്കളുടെ വിഷയത്തിലൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഞാനതിന് ഈ അടുത്ത കാലത്തുണ്ടായ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കാം. ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടിയെയും കൊണ്ടൊരു ഉമ്മ വന്നു. ആ പെൺകുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ് പഠിക്കും. ഈ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തടിയും മണ്ണൊക്കെ ഉള്ള ഒരു ഉമ്മ. മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെലിഞ്ഞ ഒരു മകൾ. ഞാനൊരിക്കലും അവരുടെ ശാരീരികാവസ്ഥയെ മോശമാക്കിയിട്ട് പറഞ്ഞതല്ല, അതിൻ്റെ കാരണം കേട്ടോളൂ. ഈ ഉമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയണത്, എൻ്റെ മകളിനെ ഭീഷണിപ്പെടുത്തണം, കത്തിയെടുത്ത് കുത്തുന്ന പറയണത്. ഇത് പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷേ ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്താ കാര്യം എന്നറിയോ? അവൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കണത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടിയോട് അവൾക്കൊരു ബന്ധം. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായി മെസ്സേജുകൾ അയച്ച് അവസാനം അത് ഉമ്മ കണ്ട് വളരെ മോശമായ പല മെസ്സേജുകളും കണ്ടപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? അത് പൂർണ്ണമായി ഒഴിവാക്കി. ഇവളെ അടുത്ത വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? ആ വീട്ടിലെ താത്താൻ്റെ ഫോൺ എടുത്തിട്ടായി പിന്നെ മെസ്സേജ് അയക്കൽ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അയൽവാസിൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? ഈ മെസ്സേജ് അയക്കലൊക്കെ തുടങ്ങി. ഇതെന്ത് പറഞ്ഞിട്ടും നിർത്തി എന്ന് പറയും, പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിനോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം പറയുന്നത്. വളരെ കൂളായി അവളിരുന്നു. പൊതുവേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞവരാണല്ലോ അല്ലേ? അന്ന് ഒരു പക്ഷേ മാവിൽ കല്ലെറിഞ്ഞിട്ടും അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിച്ചിട്ടും ഒക്കെ നടക്കുന്ന ഒരു ടൈമായിരിക്കും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്ല കക്കുകളിയോ അങ്ങനെ എന്തൊക്കെ കളികളുണ്ട് അല്ലേ? അങ്ങനത്തെ കളികളൊക്കെ ആയിരിക്കും ഉണ്ടാകും. പക്ഷേ ഈ പെൺകുട്ടിൻ്റെ മുന്നിലിരുന്നിട്ട് പറഞ്ഞ വാചകം എന്താ അറിയോ? നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. എനിക്കിപ്പോൾ വയസ്സ് 13-14 ആയിട്ടുണ്ട്. 18ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ ഞാൻ ഓൻ്റെ കൂടെ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളാണെങ്കിൽ എന്താ കരം ചെയ്യുക? അങ്ങനത്തെ ഒരു മകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താ പറയുക? 2 പൊട്ടിച്ചു അല്ലേ? ആ ഉമ്മ 2 അതിൽ കൂടുതൽ കൊടുത്തിക്കണം. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല? കുട്ടിക്കൊരു മാറ്റമില്ല. ഇപ്പോൾ ആ കുട്ടി സംസാരിച്ച് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ ഉമ്മ ഇന്നെ തല്ലുകയാണെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നിട്ട് ഞാൻ പറയും എൻ്റെ ഉമ്മ എന്നെ തല്ലുകയാണ്. ഇനി എന്താ നമ്മൾ പറയാ? ഇങ്ങനത്തെ ഒരു സാഹചര്യം മനസ്സിലായോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള കുറേ കാര്യം ആ കുട്ടി പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞത്. തികച്ചും വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് ആയത്ത് വെച്ചും ഹദീസ് വെച്ചും പറയേണ്ടതില്ല. കാരണം നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഒരു അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ചെറിയ ചെറിയ പെൺകുട്ടികൾ അവളുടെ കൂടെ പഠിക്കുന്നവന്റെ കൂടെ ഒളിച്ചോടിപ്പോകുക. ഒരു സംഭവം കൂടി ഞാനിതിലേക്ക് ചേർത്ത് വെച്ച് പറയാം. ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു ശനിയാഴ്ച രാത്രി കൃത്യം 8:30 മണിയായിട്ടുണ്ടാകും. 8:30 അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞു. ആ സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. എനിക്ക് വളരെ പരിചയമുള്ളവരാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞോളി. നിങ്ങൾ തിരക്കിലാണോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിക്കാണ്, ഫ്രീ ആണെന്നാണ്. പിന്നോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. അവരുടെ മോൾ എനിക്കറിയാം, പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ, 18 വയസ്സാണ്.
അപ്പം എന്തൊക്കെയോ ചില വാക്കുകൾ മകളുടെ വാക്കിൽ നിന്ന് നാവിൽ നിന്ന് വന്നപ്പോൾ ഈ വാപ്പ പറഞ്ഞു, നീ വല്ലാതെ കളിക്കുകയാണെങ്കിൽ എന്നെ ഞാൻ വേഗം ചെയ്യും, കെട്ടിക്കൂട്ടോ, ഇങ്ങനെ പോയാൽ ശരിയാവൂല. ഈ സംസാരം കഴിഞ്ഞ് വാപ്പ അസർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി. ഉമ്മയാകട്ടെ നിസ്കരിക്കാനും കയറി. ഈ സമയത്ത് അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ബൈക്കുമായി ഒരു ചെറുപ്പക്കാരൻ വന്നു. ഇവൾ അവളുടെ ബാഗും എടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി. 8 മണി വരെ ഇവർ പരമാവധി നോക്കി, എവിടെയൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിച്ചു, എവിടൊന്നും കാണാനില്ല. എന്നിട്ട് അവസാനം എന്താണ് ഇപ്പോൾ ഇതിൽ ഇനിയൊരു കാര്യം ചെയ്യാനുള്ളത് എന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിക്കണം, എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ ചെയ്യാനുള്ള ഒരു അറിയണില്ല എന്താ ചെയ്യണ്ടേ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വേഗം എന്ത് ചെയ്യും, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, അവിടെ ചെന്ന് പറയുന്നത്. അപ്പം എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ ഉണ്ടായ സംഭവം പറഞ്ഞാൽ ഇനി അവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. നേരെ അവർ പോയി പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു. അവരന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടി, പാലക്കാട് ജില്ലയിലുള്ള പെൺകുട്ടി എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ കൂടെ, ഈ ചെറുപ്പക്കാരൻ ആരാന്ന് കൂടി പറഞ്ഞുതരാം. അവരവിടെ എത്തി, പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു തിരിച്ചു പോരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച അവർ തിരിച്ചു വരികയാണ്. കേസായതുകൊണ്ട് തന്നെ നേരെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് ഹാജരാക്കുന്നത്. മജിസ്ട്രേറ്റ് ചോദിച്ചു എന്താണ് ചെയ്യണ്ടേ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പനപ്പും പോയിക്കോളാം, പക്ഷേ എനിക്കെന്ത് ചെയ്യണം, അവനെ കല്യാണം കഴിക്കണം. അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് അവർ വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞത് ആ മോളെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫോണിലൂടെ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മോളെ സംസാരിക്കാം, ഇപ്പോൾ മോള് വീട്ടിൽ ചെല്ലുന്നിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഈ ഏത് ചെക്കൻ്റെ കൂടെയാണോ ഈ പെൺകുട്ടി പോയത് അവരുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാണെന്നറിയും? എന്തിനാ? ഇവരെ കല്യാണം പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയും? ഇവള് പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് ആ ചെക്കനുള്ളത്. 18 വയസ്സാണ്. 18 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവരോട് പറഞ്ഞു, ഇപ്പോൾ സമയമായിട്ടില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം രണ്ടാളും ഇങ്ങനെ പോട്ടെ, നിങ്ങളിഞ്ഞ് വല്ലാതെ ബന്ധമൊന്നും വേണ്ട, അവനൊരു പ്രായമായി അവനൊരു ജോലിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ശരിയാക്കാം. സ്വാഭാവികമായിട്ടും ഒരു രക്ഷിതാവെന്ന നിലക്ക് 2 കൂട്ടരുടെ രക്ഷിതാക്കളും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ്. അന്ന് രാത്രി വീണ്ടും ആ കുട്ടി ഇറങ്ങിപ്പോയി. വീണ്ടും എറണാകുളത്തെത്തി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ രക്ഷിതാവിനെ വിളിച്ച് എന്താ ചെയ്യണ്ടേ? ഞാൻ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ അതിലൊന്നും നമുക്ക് ചെയ്യാനില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി അവൾക്ക് വരുന്നത് എന്താണോ ആ വരുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും. ഈ സംഭവം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ആ കുട്ടിയുടെ വാപ്പനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മൗലവി, ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ഉണ്ടാവുക ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളി. മോളിങ്ങനെ വിളിക്കുന്നുണ്ട്, ഓൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം എന്നാണ് പറയണേ. എന്താ ഇപ്പം ചെയ്യണ്ടേ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു തീരുമാനത്തിൽ, ഒരു ചെറിയ ഒരു അട്രാക്ഷൻ്റെ പേരിൽ ഏതോ ഒരു ചെറുപ്പക്കാരനോട് തോന്നിയ ബന്ധം അത് എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് പരിപൂർണ തെറ്റിലേക്ക് പോയി. പക്ഷേ പിന്നീട് ജീവിതം തുടങ്ങിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാണ്, ബോധോദയം ഉണ്ടാവണം. അതായത് അതുവരെ മെസ്സേജ് അയച്ചതല്ല ജീവിതം, അതുവരെ വിളിച്ചു പറഞ്ഞ വാക്കുകളല്ല ജീവിതം. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒന്നുമല്ല, ഇപ്പോഴുള്ളത് വേറെ തന്നെയാണ് എന്ന ഒരു ബോധ്യപ്പെടൽ അവർക്കുണ്ടായി. ഞാൻ ഈ 1-2 അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആദ്യം തന്നെ വെക്കാനുള്ള കാരണം ഇന്ന് നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ.
ഇപ്പം നിങ്ങളോട് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പരിചയമുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് രാത്രി 12 മണിയായാലും തീരൂല, ആ പ്രശ്നം പറയുന്നത് തീരൂല. അത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. എന്നാൽ എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം? അത് മാത്രമേ ഞാൻ അവിടെ പറയുന്നു. പ്രശ്നങ്ങൾ പറയണില്ല. പ്രശ്നം ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അവിടെ പരിഹാരം കാണേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മളെന്ന് പറയുന്ന രക്ഷിതാവ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം പരിശോധിക്കണം. നമ്മുടെ കാര്യത്തിലേക്കൊന്ന് വരാം. ഞാനിവിടെ 3 തരത്തിലുള്ള രക്ഷിതാക്കളെ പറയാം. 3 തരത്തിലുള്ള രക്ഷിതാക്കൾ. അതിൽ നമ്മൾ ഏതിലാണെന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ പറയാം. റെഡിയല്ലേ? അതാ പോയി. റെഡിയാണോ? റെഡി. ഒന്നാമത്തെ രക്ഷിതാവ് ആരെന്നറിയോ? ഞാൻ എങ്ങനെയാണോ വളർന്നത്, എൻ്റെ വാപ്പയും ഉമ്മയും എന്നെ എങ്ങനെയാണോ വളർത്തിയത്, അങ്ങനെ തന്നെ എൻ്റെ കുട്ടികളെ വളർത്തി. എൻ്റെ വാപ്പയൊന്നും എന്നെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇജ്ജും പോകണ്ട. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുമോ അങ്ങനെ പോയാൽ പറ്റും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഈ രൂപത്തിൽ താൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ തൻ്റെ മക്കളും ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറി, ഒന്നാമത്തെ വിഭാഗം അതാണ്. ശ്രദ്ധിക്കണം, ഞാൻ ചോദിക്കും, ലാസ്റ്റ് ചോദിക്കും. രണ്ടാമത്തെ വിഭാഗം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കോ പറ്റിയില്ല, എൻ്റെ കുട്ടികൾ ആർമാദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഉമ്മ ചെയ്തു തരും. നിങ്ങൾക്ക് പൈസ വേണോ? ഞാൻ തരാം. മൊബൈലേ വേണ്ടേ? ഏതാ വേണ്ട? ഐഫോൺ വേണോ? ഏറ്റവും പുതിയത് വേണോ? ഒക്കെ റെഡി. അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വേണ്ട, നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ഒരു തർക്കം വേണ്ട, നിനക്ക് എന്താണോ ആഗ്രഹം അത് ഞാൻ ചെയ്തു. കുട്ടികൾക്കനുസരിച്ചുകൊണ്ട് നിലപാടുകൾ മാറ്റുന്ന രണ്ടാമത്തെ ഉമ്മ. ഇനി മൂന്നാമത്തെ ഒരു ഉമ്മ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഏത് ക്ലാസ്സിലാ? കഴിഞ്ഞല്ലപ്പോ 5-ലിരുന്നു. അപ്പോൾ 6 തന്നെ ആയിരിക്കും. 6 ഏതിലാ? അത് A ആണോ B ആണോ എനിക്ക് ഉറപ്പില്ല, ഏതോ ഒന്നിലാണ്. ഓരോ ക്ലാസ് ടീച്ചർ ഏതാ? പണ്ടൊരു ടീച്ചറിനായിരുന്നു, അതിൻ്റെ പേര് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പത്തെ എനിക്കറിയില്ല. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇങ്ങനെ കുട്ടിയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവരുടെ പഠിപ്പിനെ കുറിച്ചോ അവരുടെ വളർച്ചയെക്കുറിച്ചോ അവരുടെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചോ അവരുടെ മാനസികമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്തൊരും. ഇതാണ് മൂന്നാമത്തൊരും. ക്ലിയർ ആണോ? ഓക്കെ, 3 പറഞ്ഞില്ലേ? ഇതിൽ നമ്മളില്ലല്ലോ, ഉണ്ടോ അല്ലേ? ഇല്ല. എന്നാൽ ഇനി 4മത്തൊരുമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. നമ്മുടെ പാരൻറ്റിങ്ങിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചിലതൊക്കെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കണം, ചിലതൊക്കെ കുറച്ചൊന്ന് പിടിച്ചു വെക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം നമ്മളൊരു ശ്രദ്ധയും സൂക്ഷ്മതയും അവരുടെ കാര്യത്തിലുണ്ടാവും. ഇതാണ് 4മത്തെ. ഇതിലേതാണ് ഏറ്റവും നല്ല ഉമ്മ? ഏതാ? അതേത് പോലീസുകാരനും പറയാൻ പറ്റും അല്ലേ? 4മത്തേന്ന് പറഞ്ഞാൽ മതി. ഇനി ആ ചോദ്യം എന്താണെന്നറിയും? ആ 4മത്തതാണോ നമ്മൾ എന്നെന്ത് ചെയ്യണം? നമ്മൾ സ്വയം പരിശോധിക്കും. ഇപ്പം നിങ്ങളെല്ലാം 4മത്തേല്ലെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൈവെക്കും, ഞാൻ 4മത്തെയാണ്. പക്ഷെ നിങ്ങളെ കുട്ടി അപ്പുറത്തുണ്ട്. ഏത് 4മത്തേക്കും? കുട്ടി 4മത്തേന്നല്ലാതെ എന്ത് ചെയ്യൂല, നമ്മൾ 4മത്തെ ആവില്ല. എങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാനിങ്ങനെ പോയിന്റ് ചെയ്ത് പറയാം. ഫുള്ള് വെള്ളം കൂടി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞോ? നിങ്ങൾ ആ വെള്ളം കൂടി ഒന്ന് നിർത്തി ഒന്ന് കൊടുക്കി. അല്ലെങ്കിൽ ഞാൻ വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് വെള്ളം കൂടി. പറയണത് ഞാനാണ്, കുടിക്കണത് നിങ്ങളുമാണ് അല്ലേ? ഓക്കെ, എന്നാലേ എല്ലാവരും ശ്രദ്ധിക്കണ്ടോ അല്ലേ? ഓക്കെ, നമ്മളിവിടെ ആദ്യം ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രസക്തി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്? പൊതുവെ നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ്, ഞാനൊന്ന് ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരിക്കൽ പോലും ആ സ്കൂളിൻ്റെ വരാന്തിക്ക് വന്നിട്ടില്ല. വന്നിക്കണോ? ഇല്ല. നമ്മളമ്മമാർ പാരൻറ്റിങ് ക്ലാസ് കേട്ടിക്കണോ? ഇല്ല. ഒരാകെ കേട്ടിക്കണം എന്താ? നല്ലോണം തല്ലണം, എന്നാൽ കുട്ടി നന്നാവും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു തല്ലി പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടി ശരിയാകൂ എന്നതാണ് അവരുടെ പോളിസി. എന്നാൽ ഇന്ന് ആ പോളിസി അല്ല. കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിൽ ഞാൻ ഒരു 4-5 കാര്യങ്ങൾ മാത്രം പറയും. ഇത് എണ്ണം പറയണത് നിങ്ങൾക്കൊക്കെ നോട്ട് ബുക്ക് പേനൊക്കെ അല്ലേ? ഇല്ല, ഇവിടെ തന്നിട്ടില്ലേ? ഉണ്ടോ അല്ലേ? ഇല്ല, തന്നിട്ടില്ല. എന്ത് മനുഷ്യന്മാരെ പേര്! അന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഓർത്ത് വെച്ചാൽ മതി.
വളരെ പ്രധാനപ്പെട്ടൊരു 4-5 കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അത് കഴിഞ്ഞേ ഞാൻ നിർത്തും. ഓക്കെ? പക്ഷെ ലാസ്റ്റ് എനിക്ക് പറഞ്ഞു തരണം അത് എന്തൊക്കെയാണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ക്ലാസ്സൊക്കെ അടിപൊളി ക്ലാസ് ആയിരുന്നു, എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല, നല്ല രസമായിരുന്നു, അതുകൊണ്ട് കാര്യമില്ല. ഈ പറഞ്ഞത് എന്താണെന്ന് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ആ രൂപത്തിൽ മുന്നോട്ട്. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മളെ പരിഹാരങ്ങൾ പറയാട്ടോ. പരിഹാരങ്ങളിൽ ഒന്നാമത്തെ പരിഹാരം, നമ്മൾ ഇടപഴകുന്നത് കുട്ടികളോടാണ് എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. നമ്മൾ സംസാരിക്കണ ആരോടാ? കുട്ടികളോടാ. നമ്മളെല്ലാവരും പറയണം, എത്ര പറഞ്ഞാലും അതിന് മനസ്സിലാവില്ല. എത്ര വയസ്സായി? 4 വയസ്സായി. ഈ 4 വയസ്സായ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകണത് എന്തായിരിക്കും? അത്രയേ ഉള്ളൂ മനസ്സിലാക്കുക എന്തായാലും. ഇപ്പം നമ്മൾ ആദ്യം ഈ രക്ഷിതാക്കളോടൊക്കെ പറയുന്നത്, നിങ്ങൾക്കാണോ നിങ്ങളെ കുട്ടിക്കാണോ വയസ്സ് കൂടുതൽ? ആർക്കാ? നമുക്ക് തന്നെയല്ലേ? എന്ത് ചോദ്യം എന്നല്ലേ? എന്നാ ചോദ്യത്തിൻ്റെ മറുപടിയാണ് നിങ്ങൾ കാണണ്ടേ. നിങ്ങളുടെ അത്ര വിവരം ചില കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, 6 മാസം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ബോധം വന്നത്. മനസ്സിലായോ? അതേപോലെ നിങ്ങൾക്കിപ്പോ 20, 25, 30, 40, 50 വയസ്സായി. നിങ്ങളുടെ കുട്ടിക്ക് 10, 15, 20 വയസ്സായിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ അത്ര പരിചയം അവർക്ക് കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കാം, അവരുടെ പ്രായം നമ്മൾ തിരിച്ചറിയാം. നേരെ ശ്രദ്ധിക്കണേ, എല്ലാ കുട്ടികളോടും ഒരേപോലെയല്ല പെരുമാറേണ്ടത്. അങ്ങനെയല്ലല്ലോ നമ്മൾ കേട്ടിക്കണേ, എല്ലാവരോടും ഒരേപോലെ പെരുമാറണം എന്നല്ലേ? അല്ല, പ്രായത്തിനനുസരിച്ച് കൊണ്ട് ചില വ്യത്യാസപ്പെടുത്തലുകൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം, 2 വയസ്സുള്ള കുട്ടി, നിങ്ങളിപ്പോൾ ആ കുട്ടീനെ ചിലപ്പോൾ മടിയിൽ വെച്ചിരുത്തും അല്ലേ? നിങ്ങൾ 20 വയസ്സുള്ള കുട്ടീനെ നിങ്ങൾ മടിയിൽ വെച്ചിരുത്തുമോ? ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താ പ്രശ്നം ഉണ്ടാറി ഇല്ലേ? ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ തള്ളക്കോ പ്രശ്നമുണ്ട്. കാരണം 20 വയസ്സുള്ള കുട്ടീനെ മടിയിൽ വെച്ചിരിക്കുക, അത്രേ ഉള്ളൂ. എങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. ആ കുട്ടിനോടുള്ള പെരുമാറ്റത്തിൽ, കുട്ടികളോടുള്ള സംസാരത്തിൽ ഒക്കെ വ്യത്യാസം. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമാണ് കൗമാരം എന്ന് പറയുന്ന, ടീനേജ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. നേരെ ശ്രദ്ധിച്ചോട്ടോ, നിങ്ങൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പ്രായത്തിൽ ആ കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ആൺകുട്ടിയാണെങ്കിലുള്ള ലക്ഷണങ്ങൾ കേൾക്കുക. നിങ്ങളെ കുട്ടി കൗമാരത്തിലായോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്താണെന്നറിയോ, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ പറയും, മനസ്സിലായില്ല? ഞാൻ കോമഡി സ്കിറ്റ് കാണിച്ചതല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പറയണത് നേരെ എന്ത് ചെയ്യും, തിരിച്ച് ചെയ്യൂല എന്നൊന്നും പറയില്ല. എന്തൊക്കെയാണ് മോളുണ്ടാകും, പുറത്തേക്ക് വരൂല. ഒന്ന് പെരുമാറ്റത്തിലുള്ളതാണ്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങും. നിങ്ങൾ ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരും. അതാരോ പുറത്താരോ വന്ന് പറയുമ്പോൾ അത് നിങ്ങളെ മോൻ തന്നെ അറിയും അല്ലേ? അതിൻ്റെ സൗണ്ടൊക്കെ മാറി അല്ലേ? അതേപോലെ തന്നെ അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ, മീശ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ കൈ നല്ല മസിലൊക്കെ വരാൻ തുടങ്ങും. ഇങ്ങനൊരു മാറ്റം. ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്താ അങ്ങനെ? എന്താ എന്നോട് ഇപ്പൊ പള്ളി പോകാൻ വേണ്ടി പറഞ്ഞു, ഇപ്പൊ പള്ളിക്കൊന്നുമില്ലല്ലോ. ആ കുട്ടി വലുതായി എന്നുള്ളതിന്റെ തെളിവാ. അങ്ങനെ കുട്ടികൾ എല്ലാത്തിനും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കൗൺസിലിങ്ങിന് കൊണ്ടുവരണ്ട. കാരണം ആ കുട്ടി വലുതായി എന്നുള്ളതിന്റെ തെളിവാണ്. ഓ നേരെ കൊണ്ടുപോയിട്ട് ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്താൽ മതി, എൻ്റെ കുട്ടി വലുതായിക്കണ്. അവർ പരിഗണിക്കണം. അവിടെ ഞാൻ പറയണത്, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഒരു കുട്ടി ആൺകുട്ടി വലുതായി എന്നതിൻ്റെ അടയാളങ്ങളായി പറയണത്. ഇനി രണ്ടാമത്തെ പെൺകുട്ടിയുടെ നോക്കിക്കഴിഞ്ഞാലോ, കൂടുതൽ സമയം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ തുടങ്ങും. കൂടുതൽ സമയം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കും. രണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള സംസാരത്തിൽ നിന്ന് വ്യത്യസ്തമായ സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി നന്നാക്കും സംസാരത്തിൽ, കുറച്ചും കൂടിയും നല്ല വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. ആരെങ്കിലും വിരുന്ന് വരികയാണെങ്കിൽ വേഗം തീർന്നു വെച്ചാൽ റൂമിൽ പോയിരിക്കും. ഇനി നിങ്ങൾ വിരുന്ന് പോകാണെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാന്ന് പറയും. എല്ലാത്തുനിന്നും ഇങ്ങനെ മാറി നിൽക്കും. അവർക്കൊരു ഗ്യാങ് ഉണ്ടാവും, ആ ഗ്യാങ്ങിനോട് ഭയങ്കര കമ്പനിയാക്കാൻ. എന്നാൽ ബാക്കിയുള്ളവരോടോ അത്ര ഉണ്ടാവില്ല. അപ്പം അതൊന്ന് മനസ്സിലാക്കി, എൻ്റെ കുട്ടിക്ക് എന്തേക്കണ്, ടീനേജ് പ്രായത്തിക്കണ് അല്ലേ? ഇത് ഞാൻ എന്തിനാ എത്രയും പറഞ്ഞെന്നറിയോ? ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇതൊക്കെ പ്രകടമായ മാറ്റങ്ങളാണെങ്കിൽ ഇതിലേറെ വലിയ മാറ്റങ്ങൾ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണെങ്കിൽ, നിങ്ങളുടെ കുട്ടിയുടെ ശബ്ദം മാറുന്നുണ്ട്, അവൻ്റെ ശാരീരികമായ മാറ്റങ്ങളുണ്ട്, പെരുമാറ്റത്തിൽ മാറ്റമുണ്ട് എങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ഹോർമോണിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കണം. വല്ലാത്ത മാറ്റമായിരിക്കുന്നു. ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രസവിക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെയായിരിക്കുന്ന. ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താന്നുള്ളത്. നിങ്ങൾ ആ പ്രായത്തിലുള്ള കുട്ടി ശരിക്കും നമ്മളെ വീട്ടിലെ കുട്ടിയാണോ വലിയ ആളാണോ? ആ പ്രായത്തിലുള്ള കുട്ടി കുട്ടിയാണോ വലിയ ആളാണോ? നമുക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. നമ്മളെ കുട്ടിക്ക് തീരെ ഉറപ്പായിട്ടില്ല. അതിൻ്റെ തെളിവ് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടുന്ന് പോണ സമയത്ത് നിങ്ങളെ വീട്ടിൽ 2-3 കുട്ടികളുണ്ട് വിചാരിച്ചോ. ഒന്ന് കൗമാരത്തിലാണ് അല്ലെങ്കിൽ ടീനേജിലാണ്, മറ്റ് 2 ചെറിയ കുട്ടികളാണ്. നിങ്ങൾ എന്ത് ചെയ്തു? 2 ഐസ്ക്രീമുമായിട്ട് പോയി. 2 അങ്ങനെ കൊടുക്കുമ്പോൾ മറ്റയാളും വരും അല്ലേ, മുതിർന്ന കുട്ടി. അതെന്താ എനിക്കില്ലേ? ഇതൊക്കെ വലുതേക്കാണ് പോകുന്നത് അല്ലേ, എന്ത് ചെയ്യൂല, കൊടുക്കൂല. നാളെ നിങ്ങൾ വലിയ ആൾക്കാരെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാം. കുട്ടികളെല്ലാവരും പോയി എന്ന് പറയും. അപ്പോൾ ഓൻ അവിടെ അങ്ങനെ ഇരിക്കും. ഞാൻ വലുതാണല്ലോ അല്ലേ, ഞാൻ അങ്ങനെ വലുതാണ്. അപ്പോൾ പറയേ ഇത് കുട്ടിയാണ് പോകുന്നത്. പോനെ ഇന്നലെ പറഞ്ഞു വലുതാണ്, ഇന്ന് പറയണു ചെറുതാണ്. ഞാൻ സത്യത്തിൽ ഏതാ? ശരിയല്ലേ? ശരിയല്ലേ? ഇതന്നെ പ്രശ്നം. ആ കുട്ടിക്ക് മനസ്സിലാവണില്ല ഞാൻ ഏതാണ്, എൻ്റെ അവസ്ഥ എന്താണ്. നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞവരാണ്. പക്ഷേ നമ്മുടെ മക്കൾ ഇപ്പോൾ ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന പ്രായമാണത്. പലതും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായമാണത്. അവൻ സ്വന്തത്തെ അറിയാത്തൊരു പ്രായമാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്നത്. അവരെ ചേർത്ത് നിർത്തണം, അവരുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല എന്ന നിലക്കും അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല എന്ന നിലക്കൊക്കെ നമുക്ക് ചില വാചകങ്ങൾ കാണുവാൻ സാധിക്കും. കുട്ടികളോട് ആദ്യത്തെ 7 വയസ്സുവരെ നിങ്ങൾ അവരോടൊപ്പം കളിക്കണം എന്നാണ് പറഞ്ഞത്. അവരോടൊപ്പം കളിക്കുക 7 വയസ്സ് വരെ. നമ്മളൊക്കെ ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ നോക്കും. 4 വയസ്സായ പോടുന്ന് തന്തയ്ക്കുന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ ആ കുട്ടീനെ എന്ത് ചെയ്യും, ഫുള്ളിങ്ങനെ അകറ്റിവിടയ്യ. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കുക, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണ കപ്പഴ. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ കുട്ടിയോട് അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറണം. ഏറ്റവും കൂടുതൽ കുട്ടികൾ അകറ്റി നിൽക്കുന്ന ടൈമാണത് നമ്മളെ അല്ലേ. ശരിക്കും നമ്മൾ അകറ്റുകയാണോ നമ്മൾ അവരകറ്റുകയാണോ? ഏതാ? നമ്മൾ അവരെയാണ് അകറ്റണത്. അതിൻ്റെ കാരണം പറഞ്ഞിട്ടേ നമ്മളങ്ങോട്ട് തുടങ്ങും. ഈ കുട്ടി ഇങ്ങനെ വലുതാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഉപദേശങ്ങളാണ്, വാരിക്കോരി ഉപദേശം കൊടുക്കും. ഇനി നമ്മളൊന്നും ഉപദേശിച്ചിട്ട് പോരാത്തതിന് നമ്മൾ വിളിച്ചു പറയും, ഇതാ എൻ്റെ മോൻ അവിടെ വരുന്നുണ്ട് കേട്ടോ ക്ലാസ്സിൽ, നിങ്ങൾ നല്ലൊന്ന് പറയണേ അല്ലേ. നമ്മളൊക്കെ ആൾക്കാരെ, നമ്മളത്തൊക്കെ ഒരു മെഷീനുണ്ട്, അറിയില്ലേ? അറിയില്ല. ഒട്ടുമിക്ക ഉസ്താദുമാരെടുത്തും എന്തുണ്ട്, ഒരു മെഷീനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്താ പറയുക, എൻ്റെ കുട്ടീനെ നന്നാക്കി തരുമെന്ന് അറിയണേ. വാഷിംഗ് മെഷീൻ പോലത്തെ ഒരു സാധനം അതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുട്ടി നന്നായിട്ട് വരും. ഇത് നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നമുക്കുള്ള മാറ്റങ്ങളുണ്ട്, നമ്മൾ മാറേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ആളല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ. പിന്നെ എൻ്റെ മോളൊരു പ്രശ്നം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അവൾക്കൊരു ചെറുപ്പക്കാരനോടൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഉപദേശിക്കട്ടോ. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ? അല്ല ഞാൻ ഇന്ന ആളാണ്, എനിക്ക് നിങ്ങളെ നമ്പർ ഒരാൾ തന്നതാണ്, നിങ്ങളെന്തൊന്ന് പറയുക, ഞാൻ കൊടുക്കാം, മോളെടുത്ത് കൊടുക്കാം. അപ്പം 1 മിനിറ്റ് നിങ്ങൾ കൊടുക്കാൻ വരട്ടെ, എന്താ പ്രശ്നം എന്താ ചോദിച്ചു. അത് ഓൾക്കൊരു ചെറുക്കനോടൊരു പ്രശ്നമുണ്ട്, ഒരു അടുപ്പുണ്ട്, അതൊന്നും നിങ്ങൾ പറഞ്ഞ് ശരിയാക്കണം. അപ്പം എന്ത് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു ചോദിച്ചു. അതിൽ ഉമ്മ പറഞ്ഞ എന്താ അറിയൂ, ഞാൻ പറഞ്ഞു, ഓളപ്പ പറഞ്ഞു, ഓളെ വല്യപ്പ പറഞ്ഞു, വല്യമ്മ പറഞ്ഞു, എന്നിട്ടൊന്നും ശരിയാവണില്ല, നിങ്ങളൊന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, സ്വന്തം ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്യപ്പയും പറഞ്ഞിട്ട് കേൾക്കാത്തൊരു കുട്ടി, ഒരു പരിചയമല്ലാത്ത ഞാൻ പറഞ്ഞ എങ്ങനെ കേൾക്കുക വെച്ചു. അല്ല എന്നാലും നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും, നിങ്ങളൊന്ന് സംസാരിക്കുന്നു. നമ്മൾ സംസാരിക്കൂല. ഇല്ല, നിങ്ങൾക്ക് സംസാരിക്കണോ, നിങ്ങൾ ഇവിടെ നമ്മുടെ ഓഫീസിൽ വരും, നമുക്ക് അവിടുന്ന് സംസാരിക്കണം. അപ്പോൾ ഒരു ഇത്രയും ദൂരല്ലേ ചോദിച്ചു. അത് നിങ്ങളുടെ ആവശ്യമാണ്, വേണമെങ്കിൽ വരാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മയും മകളും അവരുടെ ഒരു റിലേറ്റീവും കൂടി വന്ന് കയറിക്കന്നെ മകളെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് പറയട്ടില്ലായിരുന്നു.
ഉമ്മ പറഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി കൗൺസിലിംഗ് ആദ്യം കൊടുക്കേണ്ടത് ഉമ്മാക്കാണെന്ന്. കാരണം ഉമ്മാൻ്റെ പെരുമാറ്റം അങ്ങനത്തെയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞു, ഉമ്മാനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മോളോട് കേട്ടപ്പോൾ മോളടുത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിലേറെ വലിയ പ്രശ്നം ഉമ്മാക്കുണ്ടായി. അപ്പോൾ ഉമ്മാനോട് കുറച്ച് കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാ ഒരു 2-3 മാസം കഴിഞ്ഞ് ഞാൻ ആ വഴി പരിപാടിക്ക് പോകുന്ന സമയത്ത് അവരവിടെ വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുട്ടിക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ആര്? ഉമ്മ. സത്യത്തിൽ ആർക്കാ മാറിയിരിക്കണേ? ഉമ്മ മാറിയത്. ഉമ്മ മാറിയപ്പോൾ എന്ത് ചെയ്ത്? കുട്ടിയും മാറി. അവിടെ ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ പ്രായം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പെരുമാറണം. എല്ലാ കുട്ടികളോടും ഒരേപോലെ ആവരുത്. ചില വ്യത്യാസങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ചുകൊണ്ട് ചില പരിഗണനകൾ